ഈ ലീഗിന് മറ്റൊരു നിലപാടെന്ന് പറയുന്നത് ലീഗ് എന്ത് നിലപാടെടുക്കുന്നേ ഒന്ന് പറഞ്ഞു ഒന്ന് ലീഗ് ഒരു നിലപാട് ആഗോള അയ്യപ്പ സംഗമം ശരിയല്ല എന്ന് മുസ്ലിം ലീഗിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ മുസ്ലിം ലീഗിലെ മുസ്ലിം മാത്രം എടുക്കില്ലേ? പക്ഷെ അതാണ് ഇപ്പോഴത്തെ കേരളത്തിലെ സ്ഥിതി. ഒരു മിനിറ്റ് പറയട്ടെ 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 പറഞ്ഞു. പറയട്ടെ പറയട്ടെ അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഒരു നിലപാട് പറയാത്തത്. മുസ്ലിം ലീഗ് പറയേണ്ട കാര്യമില്ല. മുസ്ലിം ലീഗ് ആഗോള അയ്യപ്പ സംഘത്തെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. അല്ല മാഡം, ഞാൻ പറയട്ടെ, അല്ല സർക്കാരിനെ ഇക്കാര്യത്തിൽ ദുഷ്ടലാക്കാണെങ്കിൽ കൂടിയും ആഗോള അയ്യപ്പ സംഗമത്തിൽ ലീഗ് നിലപാട് പറയില്ല. അത് അവരുടെ ഒരു മര്യാദയാണ്. ആ മര്യാദയ്ക്ക് വിട്ട് അവരൊരു രാഷ്ട്രീയ പ്രതികരണത്തിലേക്ക് കടന്നാൽ നിങ്ങൾ ആ മുസ്ലിം ലീഗിനെ മുസ്ലിം എന്ന് മാത്രമാക്കും. അതുകൊണ്ടാണ് ആ പ്രതികരണം അവർ നടത്താത്തത്. അത് UDF-നകത്ത് ചർച്ച ചെയ്യേണ്ടടുത്ത് അവർ ചർച്ച ചെയ്യും. അത് കോൺഗ്രസ് നിലപാട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. നിങ്ങൾ ന്യൂനപക്ഷ പ്രീണനം നടത്തി ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വളം വയ്ക്കാനുള്ള നടപടികൾ നടത്തുന്നു എന്നതാണ് കോൺഗ്രസിന്റെ പ്രതികരണം. ഇനി അതിൽ മാറ്റം വരുമോ? കോൺഗ്രസിനകത്ത് മറ്റു നേതാക്കൾക്ക് മറ്റു നിലപാടുണ്ടോ എന്നറിയില്ല. ഇതുവരെ വി.ഡി. സതീശൻ മാത്രമാണ് പ്രതികരിച്ചത്. ഇന്ന് മാധ്യമങ്ങൾ പിന്നാലെ പോയപ്പോൾ അദ്ദേഹം പ്രതികരിക്കാതെ പോവുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. ഏതായാലും സർക്കാർ ഇക്കാര്യത്തിൽ യു ടേൺ ആണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ആദ്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പ്രതികരണം വരുന്നു, പിന്നീട് VN വാസവന്റെ പ്രതികരണം വരുന്നു, ഇപ്പോഴതാ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണം വരുന്നു. അപ്പോൾ ഇതാണ് ആചാര സംരക്ഷകരായി ഇടത് സർക്കാർ മാറിയിരിക്കുന്നു. നടക്കട്ടെ, നവോത്ഥാനം പറണത്ത് വയ്ക്കൂ.